ഹായ് പതിയാരക്കരയുടെ സ്വന്തം മഞ്ചേരിക്കടവ്. ഈ കാണുന്ന ഭാഗത്ത് ഇപ്പോൾ ഒരു പാർക്ക് വന്നിരിക്കുകയാണ്. പാർക്കിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഇനി ഇവിടുത്തെ കുറച്ച് രാത്രി വിശേഷങ്ങളാവാം. മുതിർന്നവർക്ക് ടിക്കറ്റിന് 30 രൂപയാണ് വരുന്നത്. റോഡിനെയും പാർക്കിനെയും കണക്ട് ചെയ്യുന്നത് ഈ ഒരു ബ്രിഡ്ജാണ്. ഐ ലവ് മഞ്ചേരിക്കടവ് എന്ന ഈ ഒരു ബോർഡ് നമ്മൾ പോകുമ്പോൾ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലൈഡ്സും മാരിഗോ റൗണ്ടും ഈസോസും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അവിടെ വന്ന കുട്ടികൾക്ക് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഫസ്റ്റ് പാർക്കാണിത്. ഇനോഗ്രേഷന് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറയുന്ന കേട്ടു, പക്ഷെ അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മൾ കസിൻസ് ഫാമിലിയായിട്ട് വന്നതാണ്. കുറേ നേരം കുട്ടികളുടെ കളികളൊക്കെ നോക്കി നമ്മൾ കുറേ കളിതമാശകളൊക്കെ പറഞ്ഞു. കുറച്ച് നല്ല ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടതുപോലെ കുറേ തെങ്ങുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഒരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയ നല്ലൊരു മാറ്റം അവിടെ ഉണ്ടായി. മുമ്പ് ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുമ്പോഴും കസിൻസൊക്കെ ഒത്തുപോകുമ്പോഴും ഈ പുഴയെടുത്ത് വന്നിങ്ങനെ ഇരിക്കാറാണ് അത്. ഇപ്പോൾ ഇങ്ങനൊരു സ്ഥലം കിട്ടിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഇനിയിപ്പോൾ ഒറ്റക്കാണെങ്കിലും വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. ഇതിനുള്ളിലൊരു ചായക്കടയുണ്ട്. ചായക്കടികളും ഉപ്പിലിട്ടതും ലേസും ജ്യൂസും ഒക്കെ കിട്ടുന്നൊരു കട. അങ്ങനെ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങളൊന്ന് നടന്ന് ചുറ്റിക്കാണെന്ന് കരുതി. നൈറ്റ് ആയതുകൊണ്ട് അവിടെ അധികം വെളിച്ചമില്ലാത്തതുകൊണ്ട് അടുത്തോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ നല്ലൊരു പോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ മീനുകൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ നൈറ്റ് ടൈമിൽ നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ അടുത്തായിട്ടൊരു പൂള് പോലെ എന്തോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബിൽഡിംഗ് റെസ്റ്റോറൻ്റ് ആയിരിക്കണം, പക്ഷേ ഇത് നിലവിൽ സ്റ്റാർട്ടായിട്ടില്ല. താഴെ ചെയർസും ടേബിൾസൊക്കെ വെച്ചിട്ടുണ്ട്. മുകളിൽ എന്തോ ഹോൾ പോലെയും കാണാം. അപ്പുറം കാണുന്നത് മൂരാടാണ് കേട്ടോ. ആ കാണുന്നത് മൂരാട് പാലമാണ്. ഈവനിങ് ടൈമൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. കുറേ സ്ഥലങ്ങളിലായിട്ട് ഇതേപോലെ ഗാർഡൻ ബെഞ്ചസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇതേപോലെയുള്ള സ്ഥലങ്ങളും അതുപോലെ കുറച്ച് സമ്മർ ഹൗസൊക്കെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് സമയം പോയത് അറിഞ്ഞേയില്ല. അപ്പം പിന്നെ ഒരു 9-9:30 ആയപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള വിളി വന്നു. അപ്പോൾ ഈ ഒരു പാർക്ക് ആരുടേതാണെങ്കിലും ഏത് ടീമിൻ്റെതാണെങ്കിലും അവരുടെയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നതിന് താങ്ക്സ്. ഞാനും എൻ്റെ കൂടെ വന്നവരും ഞാൻ അവിടെ കണ്ടവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിനടുത്ത് ഒരു പാർക്കായി. ഒരു തോന്നിയില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ക്വാളിറ്റി ടൈം കൂടി സ്പെൻഡ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇങ്ങനെ കാണുമ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ പോകാൻ തോന്നുക. ഇങ്ങനൊരു സംഭവം നമ്മൾ ആദ്യമായിട്ടായിരിക്കില്ലേ. എന്തായാലും പോകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണേണ്ട സ്ഥലമാണ്. പക്ഷെ അടുത്തുള്ളവരൊക്കെയാണ് എന്തായിട്ട് പോകേണ്ട സ്ഥലം തന്നെയാണ്. പതിയാരക്കരയിൽ മഞ്ചേരിക്കടവ്.